ഗൈസ്, ഞാൻ പോകുന്ന കാര്യം ഇവരെല്ലാവരുടെ അടുത്തും പറയാൻ പോകുന്നു. നാളെ പോകുന്നു, ഇന്ന് പറയാൻ പോകുന്നു. ഇങ്ങനെ മൈക്കിൾ ചൊറിച്ചു പറയട്ടോ. അറിയാം ഒരു അയ്യോ ഞാനില്ലേ, അതായത് നാളെ രാവിലെ ഞാൻ UK പോകുന്നു. എൻ്റെ പ്രൊസീജിയറിൻ്റെ ബാക്കിലായിരുന്നു. ഞാൻ എറണാകുളത്തൊക്കെ പോയത് അതൊക്കെ ആയിരുന്നു. വിസേൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പോയത്. ഞാൻ സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ അയച്ചിരുന്നു. പക്ഷെ ഇന്നലെ തന്നെ വിസ വന്ന്. അപ്പോൾ ഇത് ടിക്കറ്റ് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത്, നാളെ ബുക്ക് ചെയ്തു. ക്ലാസ് ഫെബ്രുവരിയിൽ തുടങ്ങുന്നു, ഫെബ്രുവരി 2-ാം തീയതി. അത് ചുമ്മാ, ഇത് ഒറിജിനൽ. എനിക്കടി ഒരു കാര്യം പറയട്ടെ, ഞാൻ നാളെ UK പോകും. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. നാളെ രാവിലെ 5 മണിക്ക് പോകുന്നു, 2 മണിക്ക് പോകുന്നു. 5 മണിക്ക് ഇത് എല്ലായിടത്തും വരുന്നത്. ഇവന് സ്ക്രീൻ പ്രസൻസ് കൊടുക്കണം കേട്ടെ. കേട്ടോ ഞാൻ വരട്ടെ. എന്ത് ഞാൻ പറയുന്ന ആരും വിശ്വസിക്കുന്നില്ല. ഞാൻ ശരിക്കും പോകുന്നടി. ഞാൻ ഇന്ന് രാവിലെ ഉറങ്ങി കിടന്നപ്പോഴാണ് എന്തോ ചാന്നിട്ട് പറഞ്ഞു, എന്തോ വെച്ചാൽ ലണ്ടനിൽ പോകണമെന്ന്. ഞാൻ വിചാരിച്ചു ചുമ്മാ ഇറങ്ങണമെന്ന്. ലണ്ടനിൽ പോകണം, എന്താ വെച്ചാൽ ലണ്ടനിൽ പോവുകയും നോക്കിയപ്പോൾ അത് ശരിയെന്ന് തോന്നുന്നു. അത് ഞാൻ നോക്കാൻ വന്ന് ശരിക്ക് പോകണം തോന്നണം. ലണ്ടനിൽ പോകണമെന്ന് ഒരാള് തണുപ്പ് മഞ്ഞ മഴ പെയ്യും. എന്താ ഞാൻ വരട്ടെ ലണ്ടൻ. അവിടെ നിന്ന് പഠിക്കാൻ ബാക്കി ഒരു ഇഷ്യൂ ഇല്ല, വന്നാ മതി. സഞ്ചരിക്കുന്ന മഹാമാരിയെ നട്ടിച്ചേക്ക് വരുന്ന വിനാശത്തിന് വിചാരിക്കും അനന്തോച്ചാച്ചനാണ് പോണെന്ന്. അനന്തോച്ചല്ല, ഫസ്റ്റ് ഐശ്വര്യ പോണ്. ഐശ്വര്യ പോയതിനു ശേഷം കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് അനന്തോച്ചാച്ചൻ പോണത്. ഐശ്വര്യക്ക് 11 മണിക്ക് ഫ്ലൈറ്റ്, 5 മണിക്ക് ഫ്ലൈറ്റ് രാവിലെ. അതിനുശേഷം കൊണ്ടുവിട്ടിട്ട് വന്നിട്ട് അനന്തൂന്റെ സാധനം എല്ലാം എടുത്തിട്ട് പോകണം. ബൈ. പോവാതെ പൈസ കിട്ടണ്ടേ? ഇവരുടെയൊക്കെ മോഹം കണ്ടാതോ നമ്മളെന്തോ കൊന്നിട്ട് ജയിലിൽ പോണ പോലെ. എന്തോന്ന് ജോലി ചെയ്ത് പറഞ്ഞോട്. ഞാൻ കാറ്റലാബ് ടെക്നീഷ്യൻ. ഡോക്ടർക്ക് നേഴ്സിക്ക് നടുക്ക്. ഒരു വീട്ടിൽ നിന്ന് 2 പേര് ഒരു ദിവസം തന്നെ പോകുന്നല്ലേ? ഒറ്റയ്ക്ക്. അത് തന്നെ ഇനിയാണ് ഇവരുടെ ലൈഫ്. സ്റ്റഡീസ് ഒക്കെ അല്ലേ മെയിൻ, സ്റ്റഡീസ് അല്ലേ നമ്മൾ നോക്കേണ്ടത്. പോയ വ്ളോഗ് ഇട്ടിരണേ. ലണ്ടനിലുള്ളത്, ജോർജിയയിലുള്ളത്, ഇന്ത്യയിലുള്ളത്, ദുബായിലുള്ള വ്ളോഗ് മിക്സ് ചെയ്തിടാൻ. ഞാൻ പോകത്തില്ല, പേപ്പറുണ്ട്, അത് കിട്ടത്തില്ല. ഞാൻ പോകത്തില്ല ഗൈസ്, ഞാൻ നാട്ടിൽ നിന്ന് തന്നെ പഠിക്കും. ഞാൻ നാട്ടിൽ പോടാ. ഞാൻ ഇപ്പൊ പോകുന്നില്ല. ഞാൻ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട്, 2-3 മണിക്കൂർ, 4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. ചേച്ചിനെ വിടുമ്പോ കരയുമ്പോ, ഇവനെ വിടുമ്പോ കരയുമ്പോ നോക്കാം ഇവനെ. ഓ, അതോടെ ഇവിടെ ആക്കി തുടങ്ങിയ മമ്മി ഇരുന്ന് കരയും, പപ്പ കരയാതിരുന്നിട്ട് ലാസ്റ്റ് രാത്രി വന്ന് നെഞ്ചാനാണ്. പണ്ട് സെമിനാരിൽ പോയപ്പോഴാണ്, പണ്ട് സെമിനാരിൽ പോയപ്പോ പപ്പയ്ക്ക് നെഞ്ചുവേന എടുത്തു. കരയുന്നു. പഠിക്കണേ, തോറ്റിട്ട് വരാതെ. A few moments later. അനന്തോച്ചാച്ചൻ പോകാൻ പോണ്.
ഐ ആം ഓഫ്ലൈൻ ഓൾ ദ ടൈം. നീ ലാഞ്ചെടുത്തു അവിടെ പോയാ വിളിക്കണം. അന്നസാസിനായതുകൊണ്ട് വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പോകുന്നതിന് മുമ്പ് എല്ലാവരും പറയാനുണ്ടോ? വീഡിയോ കാണുന്നില്ല എന്നെ ആരും മറക്കല്ല്, ഇവിടെ തന്നെ ഉണ്ട്. അതിന്റെ വീഡിയോ അയച്ചു തരുന്ന വ്ളോഗ് എടുത്ത്. ഞങ്ങള് ലണ്ടൻ ഒന്നും കണ്ടിട്ടില്ല, അപ്പൊ എടുത്തയച്ചു. ആരും കണ്ടിട്ടില്ല. ഇനിയുള്ള വ്ളോഗ് ഇന്ത്യ, ജോർജിയ, UK, UAE എല്ലാവരും ഗൈസ്. അതിന് ഞാൻ പണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു ലക്സംബർഗിൽ പോവാൻ. ഇവിടെ ലക്കി ഭാസ്കർ ഇരിക്കുന്നുണ്ട്. ഇത് ഞാൻ വാങ്ങിച്ചു കൊടുത്തത്. തലയിലെ പൊട്ട് മുതൽ കാലിലെ ചപ്പൽ വരെ എന്ത് വേണേലും മേടിച്ചു ഇല്ലേ? നീ പൈസ നീ ഇത് ആ സിനിമയിലുള്ള ഡയലോഗാ പറഞ്ഞിപ്പം. ഇവിടെ ലാഗ്. ഓക്കെ, എന്താ വെച്ചാൽ സന്തോഷപൂർവ്വം. ഇനി നിങ്ങൾ എന്റെ ഇവിടെ ഉള്ള ആനി, ഇങ്ങനത്തെ ആനി മാത്രമായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. ലാഗിഷ് ആനി. നീ പണ്ട് ഇങ്ങനെ തന്നെയായിരുന്നു. കുറച്ചുള്ള വിവരമുള്ള ഞാൻ മാത്രമേ കാണുള്ളൂ ഗൈസ്. അപ്പൊ രണ്ടും നമ്മൾ തമ്മിലുള്ള പോർ ഇവ ഉണ്ടല്ല. ഇവൻ ഞാൻ പറയണേന് ഞാൻ ഹേ ഗൈസ് പറയണേന് പറയാം. എനിക്ക് പറ. ഞാൻ പറയാ ഇത് അടി ബാക്കി എന്താന്ന് അറിയത്തില്ല. നീ നോക്കിയോ ബാക്കി? ഞാനീ ഭയങ്കര ഞങ്ങൾ രണ്ടുപേരും പണ്ട് അടി തന്നെ, ജനിച്ചപ്പോ തൊട്ട് അടി തന്നെയായിരുന്നു. ശനി ഒന്നും വരുന്നില്ലടാ പറയാൻ. എല്ലാ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. പറ്റിയ സബ്സ്ക്രൈബേഴ്സ് അവിടെ കാണാൻ വന്നാൽ കണ്ടിട്ട് പോവാം. നിങ്ങൾ വന്നാൽ കാണും. ഞാൻ എന്തായിരുന്നാലും കുറച്ച് കോണ്ടാക്ട്സ് കാണും. അതുകൊണ്ട് ആവശ്യമില്ലാതെ മെസ്സേജ് അയക്കണ്ട. അവിടെ ഉള്ളവർ മാത്രം മെസ്സേജ് അയക്കും. വ്ളോഗൊക്കെ ഇടും ഞാൻ എന്തായിരുന്നാലും ഇവിടത്തില്ല. എനിക്ക് തന്നെ വീട്ടിലുള്ളവർക്ക് ആശ്വാസം വരും. ഞാൻ ജീവനോട് എല്ലാ കാര്യം അറിയാൻ പറ്റും. എല്ലാരും കാര്യം അറിയാൻ പറ്റും. ഞാൻ എന്തായിരുന്നാലും ഇടുന്നുണ്ട്, വ്ളോഗ് ഇടുന്നുണ്ട്, പേടിക്കണ്ട. അങ്ങനെയെങ്കിലും നമുക്ക് രണ്ടും കാണാനുള്ള ഒരു വിഷമം എന്താന്ന് വെച്ചാൽ ലേബർ തന്നെ ഒരു 6 മണിക്കൂർ ഇരിക്കണം. ഞാൻ വിചാരിച്ചു നമ്മളെ വിട്ട് പോവാന്ന് പറയേണ്ടിയിരിക്കുന്ന ലേബർ 6 മണിക്കൂർ. ലേബർ അല്ലടാ. ഐജി ഇവിടെ എത്തിയാൽ നിങ്ങൾ നോക്കണം. ബാംഗ്ലൂർ എത്തിയായിരുന്നു. വീടെത്തുന്നതിന്റെ ആള് ബാംഗ്ലൂർ എത്തിയായി. ഇവിടെ വീഡിയോ കാണുന്ന സമയം മിക്കവാറും 27-ാം തീയതി 5 മണിക്ക് കയറുന്നു. അവിടെ 27-ാം തീയതി വൈകിട്ട് എത്തും. ആനി എയർപോർട്ടിൽ വരുന്നില്ല. ആനിക്ക് ഡ്യൂ ടു സം എക്സാം ഇഷ്യൂസ് ആനി വരുന്നില്ല ഗൈസ്. നിനക്കില്ലടാ എക്സാം? ഞാൻ ആനന്ദിച്ചാൻ പോകുന്നുണ്ട്. ഇന്ന എക്സാം ഒക്കെ മാറ്റി വെച്ച് ഗൈസ്. അവനാണ് യൂണിവേഴ്സിറ്റി നടത്തുന്നത്. അവൻ എക്സാം മാറ്റി യൂണിവേഴ്സിറ്റി പറ്റില്ല. ഞാൻ പോയിരുന്നത് മാറുമല്ലോ. അങ്ങ് കരയണോ ഒരാള് പറഞ്ഞു? എന്നെ ഇട്ട് പറഞ്ഞു നിങ്ങളുടെ അമ്മ ഇനി തിരിച്ചു വരൂല്ല, പോയിട്ട് ഇനി വരത്തില്ല. ഇതൊക്കെ വാങ്ങുന്ന എടുത്തു വെച്ച് എന്നെ കരയിപ്പിച്ച്. ലീവ് എടുത്ത് വരുമ്പോ സെപ്റ്റംബർ വരണം. ജൂലൈ ഉള്ളത് 1 വർഷത്തെ ക്ലാസ്. ക്ലാസ്സിൽ നീ എവിടെ 2 മാസം ലീവ്? ആ 2 വർഷം പറഞ്ഞാട്ടെ. സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ഞാൻ വരുമെന്നെങ്കിലും പറയും. ഇത് ചിരിച്ച് നാട്ടിൽ വരാതെ എവിടെ പോകണില്ലെന്ന് നാട്ടിലോട്ട് തന്നെ വേറെ എവിടെ താമസം തുടങ്ങിയാൽ വീട്ടിൽ മാതാപിതാക്കളെ നോക്കാൻ വരണമെങ്കിൽ വന്നേ ഫോൺ ചെയ്ത് കാണും. പിന്നെ മണ്ടയില് കൊട്ടുകളും കൊട്ടുള്ളൂ. അതോടെ എന്റെ കല്യാണത്തിന് വിളിച്ച നിങ്ങളെ ഭാഗ്യം. ചിലപ്പോ കല്യാണം അവിടെ നിന്ന് കിട്ടിയാലോ. അമ്മീനെ എടുക്കാണല്ലേ? ഒറ്റയ്ക്ക് പോവാണ്, ഒറ്റയ്ക്ക് തന്നെ വരണം. എന്താ പോയിട്ട് സന്തോഷമായിട്ടിരിക്കണം. കരയരുത്. കരയണം എന്നുണ്ടെങ്കിൽ വീട്ടിൽ വിളിക്കണേ. എന്നെ വിളിച്ചാൽ മതി. ഞാൻ കൂടുതൽ ടെൻഷൻ കയറണം. വീട് വിട്ട് നിക്കണ്ടേ. എന്താ ഞാൻ കാര്യം உற்றமும் யாருமே இன்றி வாழ்ந்திடும் வீட்டினில் தெய்வம் இல்லை. ചുമ്മാ അവനെ பாசங்கள் நேசங்கள் ஏதுமே இன்றி வாழ்ந்திடும் வாழ்க்கையோ வாழ்க்கை இல்லை. എത്ര ലവാണ് பிரிந்தே நாம் வாழ்கின்ற போதிலும் நினைவுகள் நம்மை சேர்த்திடுமே. அழகாய் பூ பூத்திட வேண்டிய வேர்கள் நீர் ஈர்த்திடுமே. ഇല്ലല്ലോ. അനീഷ കരയാണ്. அது கிடைத்தாலும் கூட ഇവരൊക്കെ എപ്പോഴും എന്താ പറ, ഇവര് ഒരു വണ്ടിയിൽ തന്നെ ഇവര് 3 പേരും പോവാ.
പോയി വണ്ടി വളഞ്ഞിരിക്കുന്നു ഇപ്പൊ. ബെറ്റ് വെച്ച് കളിക്കാം. അൽഫാം ബെറ്റ്. ഏറ്റവും കൂടുതൽ അൽഫാം കൊടുത്തുള്ള നാട്ടിൽ ഒരു ദിവസം 10 എണ്ണം എടുത്തിട്ടുണ്ട്. വാങ്ങിച്ചു തരൂ. അവസാനമായിട്ട് കളിക്കാനുണ്ട്. 10 അൽഫാം. ഞാൻ കളിച്ച അവസാനമായിട്ട് ജയിച്ച് ജയിച്ച് എല്ലാ കളി ജയിച്ചു. ജയിച്ചപ്പോ സമാധാനം ഉണ്ടെന്ന്. സംഭവം ഞാൻ എയർപോർട്ടിൽ പോയോണ്ടില്ലേ, ഞാൻ തിരിച്ച് 5 മണിക്ക് എത്തും, എന്നിട്ട് ഞാൻ 6 മണിക്ക് പോണം. ശരിയാണ്. വിളിക്കണേ, വിളിക്കണം. ഞാൻ എല്ലായിടത്തും പറയും വിളിക്കാം. ജിത്തോ ചാച്ചി വിളിക്കണോ ഇല്ല, അതുപോലെ ഇരിക്കരുത്. സങ്കടമാ വരുന്നത്. இதுபோல் ஒரு சொந்தம் கிடைத்திட நான் வரம் கேட்டேன். എനിക്ക് വേടാടാ. എനിക്ക് വിഷമൊന്നുമില്ല, പഠിക്കാനല്ലേ പോണത്. ഇന്ന് കഴിച്ചടാ ഞാൻ പോയി സംസമില്. നോർമലി എല്ലാരും സംസമില് മറ്റേ ഷവായൊക്കെ പറയും, ഇവന്റെ ഫ്രൈഡ് റൈസ് എപ്പോ പോയാലും അതിന് തിന്നും. ആ പുള്ളി ചോദിച്ചു എന്ത് കുറച്ച് ദിവസമായി വരാത്ത. ഇനി വരൂല ഞാൻ പറഞ്ഞു ചേട്ടാ ഇനി ഞാൻ വരത്തില്ല, ഞാൻ ഒരു യാത്ര പാത്തിമേല് പോയപ്പോ അങ്ങളെ എവിടെയെങ്കിലും പോകുന്നോ പുള്ളിക്കാരന് മനസ്സിലായി. ഓ അതുകൊണ്ട് ഡിസ്കൗണ്ട് കിട്ടിയാ പിള്ള നീ അവിടെ കയറി എന്റെ ചെലവിൽ എന്താന്ന് വെച്ചാ വാങ്ങിച്ചു കഴിയും. ഓ ആ സ്നേഹം മതി അങ്ങളെ. മോൻ പോയക സന്തോഷമായിട്ട് പോയക, പഠിക്കുക. സങ്കടമുണ്ട്, പുതിയ വീട്ടിൽ ഒറ്റയ്ക്ക് ഞാൻ ഇരിക്കുമ്പോൾ ഓടി വരും, ഞാൻ ഒറ്റയ്ക്കായിരിക്കണം. ഹാപ്പി ജേണി. രണ്ടിനും താങ്ക്സ്. രണ്ടിനും താങ്ക്സ്. ഞാൻ തെറ്റി പറഞ്ഞതല്ലേ. തെറ്റിപ്പോയി. വിളിക്കാം. ഓക്കെ എന്താ പറയുക, വിളിക്കണം. ഇടയ്ക്കിടെ മുടി വെട്ടണേ, ഇടയ്ക്കിടെ മുടി വെട്ടണേ. അവിടെ എക്സ്പെൻസീവ് ആണെങ്കിൽ വിളിച്ചാൽ മതി. ശരി അപ്പൊ ബൈ. എന്താ വെച്ചാ ബൈ ബൈ. വീട്ടിൽ നിന്ന് വെള്ളം കുടിച്ചിട്ട് പോണേ. കൊറേ നേരമായില്ലേ. നേരെ പോണെന്ന് പറഞ്ഞു പോ. എന്താ പോവാൻ തോന്നണില്ല, സീരിയസ് ആയിട്ട്. ഞാനൊന്ന് നാനിയെ കൊണ്ടാക്കിട്ട് വരാം. ബാ. എന്താ വിളിക്കണേ. കാണാം എപ്പോഴേലും. എപ്പോഴും നീ എന്താ എപ്പോഴേലും കാണാം. ഇല്ല, ഇത് ഇപ്പൊ എന്താ ആവശ്യം ഉണ്ടെങ്കിൽ അന്തച്ചാൻ വിളിച്ചാൽ അന്തച്ച ഓടി വരും. ഇനി ആരെ വിളിക്കാൻ ഇപ്പൊ ഉണ്ട്. എന്നാലും നിന്നെ തന്നെ നിന്നെ പഠിക്കാൻ യൂട്യൂബ് എങ്ങനെയാണ് അതുപോലെയാണ് സ്റ്റഡീസ്, രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം. യൂട്യൂബ് നല്ല രീതിയിൽ പോകണം. പക്ഷെ സ്റ്റഡീസ് 5 അരിയർ വന്നിട്ടുണ്ടല്ലോ. 5 അരിയറോ 3 എണ്ണം. എല്ലായിടത്തും അടുത്ത ഫ്ലൈറ്റിലാണ് എത്താം. എന്നെ പറഞ്ഞാൽ അടുത്ത എന്ത് വെച്ചു വന്നാ എനിക്ക് ഭയങ്കര സന്തോഷം. എടാ വള്ളത്തിൽ വന്നാ ഭയങ്കര സന്തോഷായിരിക്കും. സൈഡിൽ കാര്യം താങ്ക്സ് എംബ്രിഡ്സ്. ഇടയ്ക്കിടയ്ക്ക് എംബ്രിഡ്സ് സീരിയസ് ആയിട്ട് പറഞ്ഞു. ആർക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ലണ്ടനും ജോർജിയ പോകാൻ ആഗ്രഹമുണ്ടോ, ജസ്റ്റ് മീറ്റ് എംബ്രിഡ്സ്. അവർ ബാക്കി എല്ലാം നിങ്ങളുടെ ഫണ്ടിങ്ങും കാര്യങ്ങളും, ഫണ്ടിങ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെ പറഞ്ഞാൽ അവർ അതിന് അവർക്ക് ആളുണ്ട്, എല്ലാത്തിനും അവർക്ക് ആളുണ്ട്. ഗൈസ് ഇതാണ് പ്യുവർ ഫ്രണ്ട്ഷിപ്പ് ഗൈസ്. ഒരുത്തനെ കൊണ്ടാക്കാൻ വേണ്ടി 1 2 3 4 വണ്ടി. അപ്പൊ എന്റെ വണ്ടി ആവശ്യമില്ല. ഞാൻ പോട്ടെ. ഓക്കേടാ, റണ്ണിനെടുത്ത വണ്ടി ഇനി ആവശ്യമില്ല. ഫ്രണ്ടൊക്കെ നീ തന്നെ വെച്ചോ, ചോദിക്കരുത്. ബാഗ് ഗിയറിട്ട് ഫ്രണ്ടിൽ പോകും. കൊണ്ടുവന്ന് ഇത് മാത്രം ഞാൻ നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഈ ബ്രോ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരെ ഇപ്പൊ നിൽക്കുന്നത്. കാരണം ഫുൾ സപ്പോർട്ടായിരുന്നു എനിക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ അന്നത്തെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ എല്ലാവരുടെ പേര് പറഞ്ഞു. അതില് മീൻ ബ്രോനെ ഞാൻ ഫസ്റ്റ് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ബ്രോ എനിക്ക് ഇങ്ങനെ UK പോകാൻ പ്ലാൻ ഉണ്ട്. അപ്പൊ അമീൻ ബ്രോ പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ ഒരു നമ്പർ അയച്ചു തരാന്ന്. നമ്പർ എന്റെ അടുത്ത് പറഞ്ഞില്ല, ഇങ്ങോട്ട് അയച്ചു ചെയ്തിട്ട് ഈ ബ്രോന്റെ നമ്പർ അയച്ചത്. ഇത് അബ്ദു ആണ്. വരുന്ന വഴി 3 പ്രാവശ്യം വിളിച്ചോന്ന് തോന്നുന്നു.
എന്തായി കാര്യമായി ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന എൻ്റെ അടുത്ത് നോന്ന് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ബാക്കി എല്ലാ സീനില്ല, നമുക്കത് സെറ്റ് ചെയ്യാം, അത് സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് UK എന്ന് പറയുന്ന ഒരൊറ്റ ലക്ഷ്യമുണ്ടോ? ജസ്റ്റ് മീറ്റ് എയിംബ്രിഡ്സ്. അവര് ഉറപ്പായിട്ടും എന്ന് വെച്ചാ ഏത് കൺട്രി ഇപ്പൊ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ UK, ജോർജിയ, അയർലൻഡ്, ഫ്രാൻസ്, ഓസ്ട്രേലിയ എല്ലാം ചെയ്യുന്നു. എയിംബ്രിഡ്സ്. ഒരു 4 ഞാൻ പോയാലും വിളിക്കും, അവിടെ ബൈജു കാണും. ഞാൻ പുള്ളിനെ വിളിച്ചിട്ടുണ്ട്. ആ ചേട്ടൻ റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞ്. കോൺടാക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കും. ഇവിടെ ഇങ്ങനെ വരും, പക്ഷെ ഇവിടെ ഹാപ്പി ജേണി. എനിക്കല്ലേ കോണ്ടാക്ട് ചെയ്യാം. എന്തെങ്കിലും പറയണ്ട. കരച്ചിലൊക്കെ തീരുന്നുണ്ട്. ടൈം ടു മൂവ്. ടൈമായി കരഞ്ഞിട്ട് മച്ചു പോയിട്ട് മച്ചോ. വരുമോ മച്ചു? ചോദിച്ചാൽ കാണാം, ഇടക്കിടക്ക് വായ UK ഞാൻ എന്തായാലും ഒരു വിസ എടുത്ത് ഡാനിയച്ചാനും കൂടി നോക്കി ആരോഗ്യം നോക്കി. ഞാൻ ഇല്ലെന്നും പറഞ്ഞ് നിങ്ങൾ രണ്ടും ഒന്നും കളിച്ച് നടക്കില്ല. KFC കഴിച്ച് നടക്കരുത്. KFC എന്തായാലും കഴിക്കാൻ പോകും. പിന്നെയും കരയിപ്പിക്കും. ഞാൻ എയർപോർട്ടിൽ ഇരിക്കുന്നു, കയറാൻ പോകുന്നു. എല്ലാരും കൂടെ കരഞ്ഞ് കൊളാക്കുന്നു. എനിക്ക് പിടിക്കുന്നില്ല. പപ്പ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. നാളെ നെഞ്ചിൽ പിടിച്ചോണ്ടിരിക്കും ഇങ്ങനെ ഒരു സൈഡ്.